Good morning, my dear students. Hope all are fine and safe too. എല്ലായ്പ്പോഴും ഞാൻ ഇത് തന്നെയല്ലേ പറഞ്ഞല്ലേ, hope all are fine, safe too. So, can you guess why every day or every class I am saying that? Because I am conscious about your health. That's why in every class I will say. I think some of you are replied by yourself, yes teacher, I am safe. Anyone? If at least anyone replied, that is good. Okay. സോ അപ്പോൾ എല്ലാവരും സുരക്ഷിതമായി വീട്ടിൽ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നു. ആർക്കും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. സോ ഓൾറെഡി യു ഗോട്ട് എ സെമിനാർ ഓർ എ അവേർനെസ് പ്രോഗ്രാം ഫ്രം യുവർ ക്ലാസ് ടീച്ചേഴ്സ്. ഈസ് ഇറ്റ്? യെസ്. സോ I will not additional what awareing about this COVID-19 or this virus or the pathetic situation. Okay. So അപ്പം നമുക്ക് നേരത്തെ കടന്നാലോ ക്ലാസ്സിലോട്ട്? അല്ല കുറച്ചുകൂടെ സംസാരിക്കണോ? ഐ തിങ്ക് നോ നീഡ്. ഇത് യെസ്. സോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നു? Maybe in December or in January or in February. Can anyone say? No. നമുക്ക് ആർക്കും അത്ര പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പം നിങ്ങളെല്ലാവരും ആകാംക്ഷഭരിതരായിരുന്ന് കണ്ടുകൊണ്ടിരുന്നൊരു മാച്ച് ഉണ്ടായിരുന്നു, IPL. ഈസി. അപ്പോൾ അതിനകത്ത് ഫൈനൽസിൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ആര് വിൻ ചെയ്യും എന്ന് കുറേ പേര് മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാൻസ് ഉള്ളവരെല്ലാവരും പറയും, ഓ മുംബൈ ഇന്ത്യൻസ് വിൻ ചെയ്യും അല്ലേ? കുറേ പേര് എന്ത് പറയും, ഡൽഹി. അങ്ങനെ നിങ്ങൾക്കത് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ കളി സ്റ്റാർട്ട് ചെയ്തു, അവരുടെ ആ പെർഫോമൻസ് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഓരോ ഓവർ ഇത്ര റൺസ് എടുത്തു, അപ്പോൾ അവരുടെ പെർഫോമൻസ് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ, ഞാൻ ഇവർ ജയിക്കും ഇല്ലെങ്കിൽ ഇന്ന ടീം ജയിക്കും എന്നല്ലേ? അപ്പം അതൊക്കെ ഓരോ സിറ്റുവേഷൻ വൈസ് അല്ലേ? അതുപോലെ തന്നെ ഇന്നലത്തെ അതായത് സൺഡേ രാവിലെ പോലെ ഭയങ്കര മഴക്കാറായിരുന്നു അല്ലേ? നിങ്ങൾ വിചാരിക്കും മഴ പെയ്യുമായിരിക്കും അല്ലേ? നമുക്കതെല്ലാം ഒരു പ്രഡിക്ഷനാണ്, നമുക്കൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ IPL ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എല്ലാവരും കണ്ടു അല്ലേ? അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ടോസിങ്. ഏത് ടീം ബാറ്റ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഏത് ടീം ബോൾ ചെയ്യണം, ഏത് ടീം ബാറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഒരു കോയിൻ എടുത്തു അല്ലേ? കോയിൻ എടുത്തിട്ട് ടോസ് ചെയ്തു അല്ലേ? അപ്പോൾ കോയിനകത്ത് എത്ര ഇതുണ്ട്, എന്തൊക്കെയുണ്ട് കോയിനകത്ത്? ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട് അല്ലേ? ഒരു ഹെഡ് പാർട്ടും ഉണ്ട്, ഒരു ടെയിൽ പാർട്ടും. അപ്പോൾ 2 പാർട്സാണ് ഒരു കോയിനകത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോയിൻ തന്നെ എടുക്കുന്നത്? വേറെ സാധനങ്ങൾ എടുത്തുകൂടെ? വേറെ ഡൈസോ അല്ലെങ്കിൽ വേറെ എന്ത് സാധനങ്ങളും എടുത്തുകൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോയിൻ തന്നെ ചൂസ് ചെയ്യാൻ കാര്യം? Did anyone can say? Because it is only 2 outcomes, only 2 teams are there, 2 result are there. Is it 2 teams 2 results? That's why. And ഇത് നമ്മളിപ്പം കോയിൻ ഇങ്ങനെ എറിയുവാണെങ്കിൽ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഇങ്ങനെ ഒരു രീതി പോസിബിൾ ആണോ? മോസ്റ്റ് കേസസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ഒന്നെങ്കിൽ കയറി ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ഒന്നെങ്കിൽ ഹെഡിൽ നിൽക്കും അല്ലെങ്കിൽ ടെയിലിൽ നിൽക്കും, നമുക്ക് ഷുവറാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോയിൻ തന്നെ എടുത്ത് ടോസ് ചെയ്തു. അപ്പം നമ്മൾ ബാറ്റിങ്ങിന് വേണ്ടിയിട്ട് അതല്ലേ നമ്മൾ കോയിൻ ടോസ് ചെയ്തു. അപ്പം ഇന്ന ടീം ബാറ്റ് ചെയ്തു, മറ്റേ ടീം ബോൾ ചെയ്തു. ഓക്കെ. അപ്പം അങ്ങനെ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കും സംശയം തോന്നുന്നത് അല്ലെ? വേറെ എന്തെങ്കിലും ടോസ് ചെയ്തുകൂടെ, ഇല്ലെങ്കിൽ വേറെ നറുക്കിട്ടുകൂടെ? അതായത് ഒരു പേപ്പറിൽ എഴുതി ഇന്ന ടീം എഴുതി ആരെങ്കിലും എടുത്ത് ഇത് കറക്റ്റ് അല്ലേ? ബട്ട് അതൊന്നും ആക്ച്വൽ അല്ല. ബിക്കോസ് അതിനെല്ലാം നമുക്ക് എന്തെങ്കിലും, നിങ്ങൾ കള്ളനും പോലീസും കളി പേപ്പറിൽ എഴുതി മന്ത്രി രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര പോയിന്റ്സ് ഒക്കെ ഇട്ട് കളിച്ചിട്ടില്ലേ? അപ്പോൾ അതൊക്കെ കളിക്കാൻ നേരത്ത് വാട്ട് യു ആർ ഡൂയിങ് ഈസ് ജസ്റ്റ് അതിനകത്തൊരു വരയ്ക്കുക അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളത് പേപ്പർ മടക്കുമ്പോഴോ എന്തെങ്കിലും നിങ്ങൾക്ക് കള്ളത്തരം അതിനകത്ത് കാണിക്കാൻ പറ്റും. അപ്പം ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് കുട്ടികൾ കളിക്കാൻ നേരത്ത് എന്തെങ്കിലും ഒരു കോഡിട്ട് നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് അല്ലേ? സോ ദീസ് ഓൾ തിങ്സ് ആർ അൺസർട്ടൺ. ബട്ട് കോയിൻ ടോസിങ് ദാറ്റ് ഈസ് നമുക്ക് ഷുവറാണ്, ഇന്നതേ വരും, ഹെഡ് ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, അതിൽ ഏതെങ്കിലും അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് നിങ്ങൾ പറയാറില്ലേ? അതുപോലാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോയിൻ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ ബാറ്റ് ചെയ്തു, അങ്ങനെ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വിൻ ചെയ്തു അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയുന്നത്, ഇതൊക്കെ എന്തിന് ഞാനിപ്പോൾ പറയണം, അതെല്ലാം ആലോചിച്ചിട്ടുണ്ടെന്നേ. So we are moving to the next chapter. What is that chapter? Can you guess?
Yes, most of the students got the idea about it. When I take the coin itself, you already understood what is the chapter. What is the chapter? Yes, we'll move to the chapter, last chapter, 15, probability. Why I am choosing this chapter is എപ്പോഴും കുറേ ചാപ്റ്റേഴ്സ് ആയിരുന്നു. ലൈൻസ് ആൻഡ് ആംഗിൾസ്, കോൺഗ്രുവൻസ്, നിങ്ങളുടെ തലയെല്ലാം പോകഞ്ഞ് ഒരു വട്ടായിട്ടിരിക്കുന്ന രീതിയിലിരിക്കുമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് പ്രൂഫ് എല്ലാം വരുമ്പോൾ ഒരു ചെറിയ ബോറിംഗ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഒരു ചേഞ്ചിന് ഞാൻ 15th ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്തത്. ഓക്കെ, സോ 15th ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, 8th പഠിച്ചിട്ടുണ്ട്, 7th കോയിൻ്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് കോയിൻ വെച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് കുറേ ഒരു 2-3 ഞാൻ കാണിച്ചു തരാം, അപ്പോഴേക്കും നിങ്ങൾക്കത് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അതെങ്ങനെ അങ്ങനെ വരും, ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞുടനെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കോയിൻസ് എന്തായാലും കാണും. അപ്പോൾ ഉടനെ തന്നെ അത് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. Then it should be clear to you what all things we are doing by our hands, that is experiential learning. From that you can get the additional information, or that will not be what I say, മറന്നു പോകത്തില്ല മനസ്സിൽ നിന്ന്. ഓക്കെ, നമ്മൾ നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുവാണ്, കാണുവാണ്, അതുപോലെ കൂടെ പറയും കൂടെ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും വർക്ക് ചെയ്യുമ്പോൾ that will not be forgettable. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ മുംബൈ ഇന്ത്യൻസും അല്ലെങ്കിൽ ഡൽഹി ഇതും കൂടെ എന്ത് ചെയ്യുവാണ്, കളിക്കാൻ ഇറങ്ങുവാണ് അല്ലേ. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്. എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുവാണ്. ഓക്കെ, അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ റിസൾട്ട് വരിക, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അല്ലേ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ ആ ഹെഡിനെയും ടെയിലാണ് എന്ത് ഔട്ട്കം എന്ന് പറഞ്ഞാൽ. ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്കം, റിസൾട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അപ്പോൾ കോയിൻ ടോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരുന്ന എന്താണ്, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരുന്ന അതിനെന്താ പറയുക, അതിൻ്റെ ഔട്ട്കംസ് ആണ്. ഓക്കെ, അപ്പോൾ 2 ടേംസ് ആണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റ് എന്താണ്, എക്സ്പെരിമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഔട്ട്കം. ഓക്കെ, അപ്പോൾ we have discussed already about the 2 points. One is experiment and the another one is outcome. Okay, third one more point you have to remember, that is event. Event means all the possible, or sorry, in an experiment. അതായത് ഒരു എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ കോയിൻ ടോസിംഗ് എന്നുള്ള എക്സ്പെരിമെൻറ്റ്, ആ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എന്തൊക്കെ സബ് പാർട്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ ഒന്നെങ്കിൽ എന്താ, ഒരു കോയിനിൽ ഹെഡ് വീഴാൻ. ഓക്കെ, ദ ഔട്ട്കം ദാറ്റ് ബിക്കംസ് ഹെഡ്. പിന്നെ എന്താ, ടെയിൽ വരാം അല്ലേ. ഇവർ ഒരു ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ് എടുത്താൽ നമ്പർ 1 കിട്ടുന്ന ഏതൊക്കെ ഇത് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ സം 2 വരുന്നത്, അങ്ങനെ ഒരുപാട് സബ് പാർട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സബ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയ? സോ അപ്പോൾ 3 ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് എക്സ്പെരിമെൻറ്റ്, ഫസ്റ്റ് വൺ ഈസ് എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ഔട്ട്കം, തേർഡ് വൺ ഈസ് ഇവൻറ്റ്. ദീസ് ആർ ദ 3 മെയിൻ ideas in this chapter. And you already know how to find the probability of an experiment, is it? Can you say how will you find the probability of some A? Probability of an A. That means A means an event. Probability of an event is equal to, do you remember? It's number of favorable outcomes divided by total number of outcomes. This is the definition, or this is how we find the probability of an event. What is that? Probability of an event is equal to number of favorable outcomes divided by total number of outcomes. This is the way to find the probability of an event. Okay, then one more thing you have to remember, always the value of the probability lies between 0 and 1. The probability value is 0 less than p of a less than or equal to. അതായത് 0യും വരാം 1ഉം വരാം. അതിൻ്റെ ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും, എല്ലാ ഫ്രാക്ഷൻസും എന്ത് തന്നെയാണ്, പ്രോബബിലിറ്റിയാണ്. പക്ഷെ 1നേക്കാളും കൂടാൻ പറ്റുമോ? ഇല്ല. 1നേക്കാൾ ഒരിക്കലും കൂടാൻ പാടില്ല. 1ന് താഴെയും 0യ്ക്ക് മുകളിലും 0യും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്നില്ല ഇപ്പം, പക്ഷെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. എപ്പോഴാണ് പ്രോബബിലിറ്റി 1 ആവുന്നത്? ക്യാൻ യു സേ വെൻ ദ പ്രോബബിലിറ്റി ബിക്കംസ് 1?
the event that must happen or that will happen. Okay, അതായത് ഷുവറായിട്ടും എന്താണ് നടക്കും എന്നുള്ളതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബിലിറ്റിയാണ് എപ്പോഴും എന്താ പറയുക 1 എന്നാണ്. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ an experiment of die. What do you mean by die? നിങ്ങളെല്ലാം ഡൈ കണ്ടിട്ടുണ്ടോ? യെസ്, നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറിൽ വി ആർ ഓൾറെഡി പ്ലേയിങ് വിത്ത് ഡൂയിങ് ഓൾ ദ ഗെയിംസ് വി ആർ പ്ലേയിങ് ഇൻ സ്നേക്ക് ആൻഡ് ലാഡർ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ അതിനകത്ത് എന്താ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഡൈസ് അതിനകത്ത് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദ ഔട്ട്കം ഈസ് ലെസ് ദാൻ 7. അപ്പോൾ എത്ര ഉണ്ട്? ലെസ് ദാൻ 7. ഏതൊക്കെയാണ് ഔട്ട്കംസ്? ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതൊന്നും ഇതിൻ്റെ പിക്ചറൈസേഷൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കുക. ഇതൊരു അസ്യൂം ചെയ്ത ഡൈ ആണെങ്കിൽ 1 2 then 3 4 1 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലെസ് ദാൻ ഇതിനകത്ത് മാക്സിമം ഏത് നമ്പർ വരെ വരിക? 6 വരെയല്ലേ നമ്പേഴ്സ് അല്ലേ വരിക? അപ്പം ലെസ് ദാൻ 6 7 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും അല്ലേ? അപ്പോൾ ഈ 6 നമ്പേഴ്സ് ലെസ് ദാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി വെച്ച് ഏത് വരും? 6 ബൈ ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ട്? 6 by 6 is equal to 1. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 7? അപ്പോൾ 7ൽ കൂടുതലുള്ള നമ്പർ വരാനാണ് പ്രോബിലിറ്റി. അതിനകത്ത് 7ൽ കൂടുതൽ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല, എല്ലാം 7ൽ താഴെയാണ് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടോ? ഇല്ല. സോ ആൻസർ ഇസ് 0 by 6. 0 by 6 എത്രയാണ്? 0 തന്നെ. അപ്പോൾ ഇതാണ് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ. നിങ്ങളത് യു ഓൾറെഡി സ്റ്റഡി ഇൻ 8th standard about this question. That is, the probability of getting a number greater than 7 is what? 1. Probability will be always becoming 1. Okay, and the probability of event that is less than 7, greater than 7 is 0, less than 7 is 1. Okay, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 1നെ പറഞ്ഞാൽ ഷുവർ ഇവൻറ്റ്. ഷുവർ ഇവൻറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൺ. അത് ഷുവറായിട്ട് നടന്നിരിക്കും, അങ്ങനെ ഒരു ഇവൻറ്റ് സംഭവിച്ചിരിക്കും. 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇമ്പോസിബിൾ മീൻസ് എന്താ? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. എപ്പോഴെങ്കിലും ഇതിൻ്റെ ഡൈയുടെ നമ്പർ 6ക്കാളും കൂടുതൽ വരുമോ? ഇല്ല, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദാറ്റ് ഈസ് എ ഇമ്പോസിബിൾ ഇവൻറ്റ്. അത് നിങ്ങൾ നെക്സ്റ്റ് ഇയറിലെ പഠിക്കുള്ളൂ, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. വാട്ട് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്, വാട്ട് ഈസ് ആൻ ഔട്ട്കം, വാട്ട് ഈസ് ആൻ ഇവൻറ്റ്, ദെൻ ദ പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ്റെ നോട്ട് തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് please take out that what the notes. Okay, from the attachment I will give the basic definition note I will give, but from the problem part you have to write. Okay, so shall we start doing the experiments? Yes. Okay, so I will start with the pens. So these are the pens with me. Okay, so how many pens I have? So can you number 1, then 2, 3, 4, 5, 6. 6 pens are there. So can you say what is the probability of getting the black pen? So all others are blue. Is it only one black is there? So number of favorable outcome is what? 1. Okay. Total outcome is how many? 1, 2, 3, 4, 5, 6. 6. So answer is 1 by 6. That is 1 black only. So 1 by 6. Clear? Is it okay this? Yes. Though then I have some bangles with me. Okay, so 1 2 3 4 5 6 7 bangles with me. Okay, so out of this my question is what is the probability of getting the green bangle? How many green bangles are there? 2. So 2 by total how many are there? 2 3 4 5 6 7. So total 7. So answer is 2 by 7. Clear? Yes. Then I move to the dice. What is the probability of getting the number 5 in a die throwing experiment? So how many 5s are there here? Only 1 5. Is it? So 1 divided by what is the total numbers is 6. 1 by 6. Okay. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ മാത്രം ചോദിച്ചാൽ എപ്പോഴും പ്രോബിലിറ്റി എത്രയാണ്? 1 by 6 തന്നെയാണ്. ക്ലിയർ ആയ? For example, if I am saying that what is the probability of getting a number 2? What is the answer? 1 by 6. What is the probability of getting the number 3? Answer is 1 by 6. In a die throwing experiment. Okay. Answer is 1 by 6. What is the probability of getting the number 4 in a die throwing experiment? What is the answer? 1 by 6. Clear?
ഇനി ഇതിനൊരു വേറെ രീതി നമുക്ക് ചോദിക്കാം. What is the probability of getting an odd number? Okay, I'll write here. So please listen here, please. So my question is this. So when I throw a die, what are the results? 1, 2, 3, 4, 5, 6. These are the results. So that we can name as what? Outcomes. Okay, outcomes of a die throwing experiment. ഇതിനകത്ത് 1ന്റെ പ്രോബിലിറ്റി എത്രയാണ്? 1/6 ആണ്. If it is 2 also 1/6. If a number 3 appears, 1/6. If a number 4 appears, 1/6. If a number 5 appears, 1/6. If a number 6 appears, 1/6. That you already know. So total how many numbers are there? 1, 2, 3, 4, 5, 6. 6 outcomes are there. Okay. Then we need, my question is odd numbers. What is the probability of getting the odd numbers? So from this set you have to identify what are the odd numbers. Can you say what are the odd numbers? Yes, 1 is odd number, then 3 is odd number, then 5. 3 odd numbers are there. So probability of getting an odd number. Probability of getting an odd number is equal to how many numbers are there? 3 divided by total how many are there? 6. 3/6. And if we can cancel 1/2, up to this also correct. Clear? Then what is the probability of getting an even number? Even number. What are the even numbers? 2, 4, 6. How many are there? 3. So answer will be same. 3/6. That is equal to 1/2. Clear? Then one more question I'll ask. What is the probability of getting a number greater than 3? Number greater than 3. What are the numbers that is greater than 3 from this set? Greater than 3 means what? 4, 5, 6. Okay. So numbers are 4, 5, 6. So what is the probability? Probability is what? 3/6. Clear? One more. What is the probability of getting the sum is 4? Sum will be equal to 4. So what are the cases? 1 and 3 is 4. Is it? Is there any other cases are there? No. Sum is 4 means only one case, 1 and 3. So sorry, that will be based for the 2 sets. So we can't say. Sorry for that. ഇപ്പോൾ പഠിക്കുന്നില്ല, നെക്സ്റ്റ് ഇയറിൽ ഇത് വരുള്ളൂ. Number is greater than 5. What are the only one number is it? So 1/6 you can write. So these are the basic concepts in this die throwing experiment. Hope you clear this thing. And please don't write anything now. I'll give the questions, from that you can do. Okay. So I think the basic concepts of a die clear to you. Then we'll move to the coin tossing experiment. Some concepts are there that also we have to discuss now. Okay, so please listen here. Now about coin tossing experiment. Okay, coin. I'll take coin. So one coin ആണെങ്കിൽ what are the possible outcomes? ഒന്നെങ്കിൽ head അല്ലെങ്കിൽ tail. H represents head and T represents tail. Okay. അപ്പോൾ ഒരു കോയിൻ അല്ല, 2 കോയിൻസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം 2 കോയിൻസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ 2 കോയിനിൽ നോക്കണ്ടേ. അപ്പോൾ ഒരു കോയിനിൽ ഹെഡും ഇതും ഹെഡ്, രണ്ടും ഹെഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് കോയിനിൽ ഹെഡ്, അടുത്ത കോയിനിലും ഹെഡ് തന്നെ HH. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് HH എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. ദെൻ ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതിൽ ഹെഡും ഫസ്റ്റ് കോയിൻ തന്നെ ഹെഡും ഇതിൽ ടെയിലും വീഴാം അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? ഹെഡ് ദെൻ ടെയിൽ. ഓക്കെ, അപ്പം ഈ ഹെഡിൻ്റെ പോസിബിലിറ്റി ഓവർ. ദെൻ വിൽ മൂവ് ടു ദ ടെയിൽ പാർട്ട്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ടെയിൽ. ഹിയർ ഓൾറെഡി we took as head, is it? So here tail, head. The next one is, I'll change this one, so both will becomes tail. These are the 4 possible outcomes of how many coins are tossing? 2 coins are tossing. Clear ആയോ? ഒന്നെങ്കിൽ രണ്ടും ഹെഡ് ആകാം, അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലും. ഇത് രണ്ടും സെയിം അല്ല, അത് ശ്രദ്ധിച്ചോണേ. Both are different because this is represents the first coin. This represents second coin. Here tail represents the first coin and head represents the second coin. So both are different. Okay. So four what is a 4 outcomes are there. Okay. If I am choosing 3 coins. 3 coins. Can you say first one is already head. Okay. So 3 head വരുന്ന ഒരു പോസിബിലിറ്റി.
ഇനി ആദ്യത്തെ ഹെഡ് അതേപോലെ തന്നെ നിർത്തുകയാണ്. പിന്നെന്താണ് സെക്കൻഡ് കേസിൽ ടെയിൽ വരുന്ന പ്രോബിലിറ്റി ഈ എച്ച് അതുപോലെ തന്നെ എഴുതി. ക്ലിയർ ആയോ? അടുത്ത കേസ് എന്താണ്? ഇത് ഹെഡ് അതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് വൺ നമ്മൾ ഹെഡുള്ള ടെയിലാക്കിയില്ല, അപ്പം ആ ഹെഡ് അതുപോലെ തന്നെ നിർത്തി. മൂന്നാമത്തത് ടെയിലാക്കി. ക്ലിയർ ആയോ? അപ്പോൾ 3 കിട്ടി. ഇപ്പോൾ ഫസ്റ്റിനെ ബേസ് ചെയ്തുള്ള ഹെഡിൻ്റെ 3 ഇത് തന്നെ സെയിം നമുക്ക് ടെയിൽ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? ടെയിൽ, ടെയിൽ ഹെഡ്, ദെൻ ടെയിൽ ഹെഡ് ടെയിൽ. ക്ലിയർ? ഇനി ഏത് എഴുതാൻ പറ്റും? അപ്പം എല്ലാം ഹെഡ്. കഴിയുമ്പോൾ ലാസ്റ്റ് കേസ് ഇതുപോലെ തന്നെ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? ഹെഡ്, ടെയിൽ, ടെയിൽ, ദെൻ ഹെഡ്, ടെയിൽ. എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെയിറ്റ് പ്ലീസ്. അപ്പം ടെയിൽ, ടെയിൽ, ടെയിൽ. ഓക്കെ, സോ ഏതൊക്കെയാണ്? 3 ഹെഡായി, 2 ഹെഡ് ഒരു ടെയിൽ, 2 ഹെഡ് ഒരു ടെയിൽ, ദെൻ 2 yes, first one tail, then another 2 are head. എഴുതിയിട്ടില്ലല്ലോ? Yes. So how many outcomes are there? 9 outcomes. Sorry, 8 outcomes. 8 outcomes are there. ഓക്കെ, അപ്പം ഒരു കോയിൻ ടോസ് ചെയ്തപ്പം 2 എണ്ണം, 2 കോയിൻ ടോസ് ചെയ്തപ്പം 4 ഔട്ട്കം, 3 കോയിൻ ടോസ് ചെയ്തപ്പം 8 outcomes. So what is the relationship? Can you say? Yes, 2n outcomes are there. If n is equal to 1, what happens? Sorry, it's my mistake. Okay, so അപ്പം ഒരു കോയിൻ ആണെങ്കിൽ 2 വരും, 2 coins ആണെങ്കിൽ 4 വരും, 3 coins ആണെങ്കിൽ how many are there? 8. So can you identify? Yes, 2 raised to n outcomes. That means if n is equal to 1, if you are taking 1 coin, it becomes 2. If you are taking 2 coins, it becomes 4, 2 into 2. If you taking 3 coins outcome, how many outcomes are there? 2 into 3, that is equal to 8. If you are taking 4 coins, what is the answer? 2 raised to 4, that is 2 into 2 into 2 into 2. What is the answer? 16 outcomes are there. Likewise, that is increasing. Clear? മനസ്സിലായി എന്താ പറയുന്നത്? അതായത് ഒരു കോയിൻ ആണെങ്കിൽ ഇപ്പോൾ 2 എപ്പോഴും എത്ര കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്, എത്ര ഔട്ട്കംസ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമിലാണ് 2 raised to n എന്നുള്ളത്. അതായത് എത്രയേ ഉള്ളൂ. ഒരു കോയിൻ ആണെങ്കിൽ എൻ്റെ പ്ലേസ് ചെയ്ത് എഴുതുക 1 എഴുതുക, 2 കോയിൻ ആണെങ്കിൽ എൻ്റെ പ്ലേസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 കോയിൻസ് ആണെങ്കിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എത്ര എണ്ണം ആൻസർ വരുന്നുണ്ട്, അപ്പോൾ അത്രയും ഔട്ട്കംസ് ഉണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഒരു കോയിൻ ആകുമ്പോൾ 2, അപ്പോൾ എന്നിന് എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ 2 raised to 1 എന്തായി? 2. So 2 outcomes are there. Okay, second case is what? N is equal to 2. If n is equal to 2, then 2 raised to 2. 2 raised to 2 is what? 4. So how many? 1, 2, 3, 4 outcomes are there. Then we are tossing how many coins? 3 coins. So 2 raised to 3. It is 2 into 2 into 2. That is equal to 8. So we got the 8 outcomes. Clear ആയോ? അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, കാരണം ഇത് പല രീതിയിൽ ചോദിക്കും. If you are tossing 3 coins, the answer will be how many outcomes are there? 8 outcomes are there. Okay, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. So these are the main concepts in coins. So shall we start doing the problems? Yes, before that please pause the video and take the attachment and write down the basic concepts. Okay, after that we'll move to the first question. Okay, so please listen here. The first question. Okay, so please take the page number, textbook page number 277, example 1. Okay, I do not write the question on the board. Please write the question in your notebook and then do the answer. Okay, a coin is tossed 1000 times. So how many times the coin is tossing? 1000 times with the following frequencies. That is head. അതായത് ഒരു കോയിൻ 1000 ടൈംസ് ടോസ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ എത്ര തവണ ഹെഡ് വന്നു? ഹെഡ് ഈസ് 455 and tail you got as what? 545. When you are adding these two, you got the 1000. It is total 1000 times toss ചെയ്തു, അതിൽ 455 times എന്താ ഹെഡ് അപ്പിയർ ചെയ്തു, പിന്നെ 545 times എന്താ tail അപ്പിയർ ചെയ്തു. Okay, our question is what? Compute the probability of for each event. Each event means ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. Okay, so from this you can write the steps. Total
number of outcomes. How many times the coin is tossing? You got it as 1000. Okay, there are two events, is it? So first one I'll mark as H. H means what? Event of getting what? Event of getting head. And then T. T represents what? Event of getting tail, or you can head, then here tail. Then we have to write the probability, is it? So probability of H. Probability of H means probability of getting the event. Probability of getting head. What is, how many head are there? 455, is it? So 455 divided by total is what? 1000. This much enough. What is probability of getting tail? P of T will be equal to what? 545 divided by 1000. This much enough. If you are simplifying, no problem. Otherwise, like this you can write. Okay. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് ഔട്ട്കം അല്ലേ വരുള്ളൂ. One is head and another is tail. If you are knowing the probability of head, then you can easily identify the probability of tail. അല്ലേ? അത് ഒന്ന് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടണം. So ഇത് നമുക്ക് 455 ആണ് വരാം. So can you guess? Only the question is like this. What is the question? A coin is tossed 1000 times in the following ways and it gets a head in 455. Then calculate the probability of getting the tail. അത്രേ ക്വസ്റ്റൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തൊരു, if the coin is not unbiased. Unbiased means restrictions ഒന്നുമില്ല. അതായത് അതേപോലെ തന്നെ ഒന്നും നമുക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, വേറെ അതിൻ്റെ ഇടയ്ക്കുള്ള പോസിബിലിറ്റി ഒന്നും നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും 545. ഹൗ ക്യാൻ വി സേ? ബിക്കോസ് ഓൺലി 2 ഔട്ട്കംസ് അല്ലേ, 2 ഔട്ട്കം അല്ലേ, ഒന്ന് ഹെഡ് ഒന്ന് ടെയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഹെഡിൻ്റെ ഇത്രയാണ്, ടെയിലിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1000 സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 1000 മൈനസ് 455 ചെയ്യുമ്പോൾ ദ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓർ ദ ഫേവറബിൾ ഔട്ട്കംസ് കറസ്പോണ്ടിങ് ടു ദ ടെയിൽ കിട്ടില്ലേ. സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ പ്രോബ്ലം കിട്ടിയ ടെയിൽ ഈസ് ഈക്വൽ ടു 545/1000. അതിന് താഴെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് ആ പേജിൽ തന്നെ ഉണ്ട്. നോട്ട് ദാറ്റ് ഇൻ ദ എക്സാമ്പിൾ അബവ് P of E. P of E means അവർ എടുത്തിരിക്കുന്നത് എന്താണ്? Probability of getting the head. And P of F. P of F means probability of getting the tail. Okay. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 1 ആണ്. E and F are only 2 possible outcomes of each trial. ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ മാത്രമേ അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്ന് അറിയാമെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. So hope you clear these nice things. So please write down in your notebook example 1 and write down the solution. Like this you have to write, okay? Or you can follow the textbook, no problem, but all the steps should be there. So we'll move to the second example, please. Second question, same model ആണ്. 2 coins are tossed simultaneously. How many times? 500. So what is the total outcome? 500. Okay. And we get 2 heads 105 times. അതായത് രണ്ടും ഹെഡ് വരുന്നത് എത്രയാണ്? 105 times കിട്ടുന്നുണ്ട്. ഒരു ഹെഡ് മാത്രം വരുന്നത് എത്രയാണ്? 275. നോ ഹെഡ്, ഹെഡേ ഇല്ല. എത്രയാണ്? 120 times. സോ ഇതിൻ്റെ മീനിങ് എന്താ? രണ്ട് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 2 കോയിനിൽ ടോസ്, 2 കോയിൻ ടോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ രണ്ടും ഹെഡ് ആവാം, അല്ലെങ്കിൽ രണ്ടും ടെയിലാകാം, പിന്നെ ഒരു ഹെഡ് ഒരു ടെയിലും ഒരു ഹെഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലാകാം. ഇതല്ലേ 4 പോസിബിലിറ്റി വന്നേക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ഹെഡ് എന്നാണ്, ഇതാണ്. ഇത് കിട്ടാനുള്ള എത്ര ടൈംസ് കിട്ടുന്നുണ്ട്? 105 times കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അടുത്ത 1 ഹെഡ്, ഒരു ഹെഡ് മാത്രം. അപ്പോൾ ഇത് രണ്ടും വരാം അല്ലേ. എത്രയാണ്? 1. എത്ര ടൈംസ് ആണ് ആൻസർ? 275. അപ്പോൾ 275 times. ഒന്നെങ്കിൽ ഇതായിരിക്കാം കേസ്, അല്ലെങ്കിൽ ഇതായിരിക്കാം കേസ്. എത്രയാണ്? 275 ആണ്. അത് കഴിഞ്ഞ് എന്താണ്? നോ ഹെഡ്, ഹെഡേ ഇല്ല. അപ്പോൾ ഇതിൽ ഹെഡുണ്ട്, ഇതിൽ ഹെഡുണ്ട്, ഇതിൽ ഹെഡേ ഇല്ലാത്ത ഇതിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി ടൈംസ്? അതെ, 120 times. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഔട്ട്കം ഓഫ് ദീസ് ഇവൻറ്റ്. അപ്പോൾ 3ൻ്റെ എന്താണ് ഔട്ട്കം എഴുതാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കാം. E1. ടെക്സ്റ്റിൽ E1 ആകുമ്പോഴത്തെ തന്നെ ഫോളോയിലേക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്താണ്? ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് വൺ എന്താ? 2 heads അല്ലേ. ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് 2 heads. ഓക്കെ. ദെൻ E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് 1 head. അടുത്ത എന്താണ്? E3 എന്താണ്?
event of getting no head. 3 കേസസ് ആയി. ഇനി ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എഴുതണം. സോ പ്രോബിലിറ്റി ഓഫ് E1 എത്രയാണ്? ടോട്ടൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? എത്രയാണ്? 500. അതിൽ എത്ര തവണ ഉണ്ട്? 105. സോ 105 by 100. Sorry, 500. Total is 500. Is it? Yes. Then P of E2 എന്താണ്? E2 എത്രയാണ്? E2 means 278. Event of getting at least getting one head. So one head means 275. So 275 by 500. Okay. Then it is what? No head. It is P of E3 will be known. So P of E3 will be equal to how many are there? 120. So 120 by 500. This is our answer. Okay. ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വിടത്തേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ട്രൈ ചെയ്തോളൂ. ഓക്കെ, സോ പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക്, സോറി ടെക്സ്റ്റ് ബുക്ക്, എക്സാമ്പിൾ 3. ഓക്കെ, 1 minute please. Okay, next page number 278. Okay, page number 278. Example 3. Okay, a die is thrown 1000 times with the frequencies for the outcomes 1, 2, 3, 4, 5, 6 are given below. What is the probability of each outcome? ഓരോ ഔട്ട്കമ്മിനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ എന്തോടെ പറഞ്ഞേക്കണേ? അതായത് ഒരു എത്ര ടൈംസ് ടോസ് ചെയ്തു? 1000 ടൈംസ്. സോ വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്? 1000. ഓക്കെ, അപ്പോൾ 1 എത്ര തവണ വന്നു? അതിൽ 179 ടൈംസ് 1 കിട്ടി. പിന്നെ 150 ടൈംസ് ഏത് നമ്പർ വന്നു? അതായത് ഡൈ നമ്മളിങ്ങനെ ജസ്റ്റ് ത്രോ എത്ര ഇങ്ങനത്തെ ഈ ഡൈ എത്ര തവണ എറിയുന്നുണ്ട്? 1000 ടൈംസ് അറിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് 1 അതിൽ 6 വരെ ഏതൊക്കെയെങ്കിലും നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരില്ലേ? അതുപോലെ 1 എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു? 179 ടൈംസ് 1 വന്നു ഫേസിൽ. അതായത് 2 എത്ര വന്നു? 150 ടൈംസ് 2 വന്നു. 3 എത്ര തവണ വന്ന്? 157 ടൈംസ് 3 വന്നു. 4 എത്ര തവണ വന്നു? 149 ടൈംസ് 4 വന്നു. 5 എത്ര വന്നു? 175 ആൻഡ് 6 190. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരണം? 1000 തന്നെ കിട്ടണം അല്ലേ? So what is the probability of getting each event എന്നല്ല question, each outcome. So can you say അപ്പം E1 എന്നുള്ള ഫസ്റ്റ് വൺ നോക്കാം, E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ വരുന്നത്, E3 എന്ന് പറഞ്ഞാൽ തേർഡ് നമ്പർ, probability of getting the number 3, and 4 എന്ന് പറഞ്ഞാൽ probability of getting the number 5, sorry 4, 5 എന്ന് പറഞ്ഞാൽ E5, that is probability of getting the number 5, E6 എന്ന് പറഞ്ഞാൽ probability of getting the number 6. ഇനി ഓരോന്നും കണ്ടുപിടിക്കുക. So P of E1 is equal to what? How many? 179 by 1000. P of E2 is equal to 150 by 1000. P of E3 is equal to 157 by 1000. P of E4 is equal to 149 by 1000. P of E5 is equal to 175 by 1000. P of E6 is equal to 190 by 1000. ക്ലിയർ ആയോ? ഇനി താഴെ ഒരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 1 വരണം അല്ലേ? ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് the sum of all probability is equal to 1. അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 179 by 1000 പ്ലസ് 150 by 1000 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 by 1000 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓൾസോ നോട്ട് ദാറ്റ് the sum of all possibilities is 1. അതായത് എല്ലാ പോസിബിലിറ്റീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ആൻസർ 1 വരും. And the probability of each event lies between 0. അത് ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു. What is that? Always the values of probability lies between 0 and 1, including 0 and 1. അതും കൂടെ ഓർക്കുക. And even E2 covers all possible outcomes of the trial. അതായത് E1, E2, E3 അല്ലെ E6 കൂടെ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഔട്ട്കം കിട്ടും. ദാറ്റ് ഈസ് കവർ ചെയ്യും മീൻസ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ് ഓഫ് 1000 times. Okay. Next question എടുക്കുക. On a page of a telephone directory there were 200 telephone numbers. The frequency of unit place digits, for example ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എത്ര നമ്പർ ഡിജിറ്റ് വന്നേക്കണേ? 2. ആ ഫോൺ നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അതുപോലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 0 വരുന്നത് എത്ര നമ്പേഴ്സ് 0 വരുന്നത്? 22 ടൈംസ് ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്നത് എത്ര ഉണ്ട്? 26 ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 2 വരുന്നത് 22 ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 3 വരുന്നത് ഇപ്പോൾ ഒരെണ്ണം എക്സാമ്പിൾ കാണിച്ചില്ല, അതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് 3 വരുന്നത് എത്ര ഉണ്ട്? 22. ഇങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഈസ് 6? അപ്പോൾ ടോട്ടൽ എത്ര ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ട്? ഓൾറെഡി തന്നിട്ടുണ്ട്. There were 200 telephone numbers, is it? So total outcome is what? 200. Out of which only ഒരു ക്വസ്റ്റ്യൻ മാത്രമേ 6th ലാസ്റ്റ് വരെ എത്ര ഉണ്ട്? 14 അല്ലേ ഉള്ളൂ. So what is the probability of getting the digit 6 in the unit place? എത്രയാണ്? 14 divided by total is what? 200. 14 divided by 200 is the answer. ഇത് പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓൾറെഡി നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് റൈറ്റ് ഓൺ ദിസ്. ആൻഡ് ദെൻ ദ റെക്കോർഡ് ഓഫ് എ വെദർ സ്റ്റേഷൻ, example 5. Okay, then we will move to the example 5. The record of a weather station shows that the out of the past 250 consecutive days its weather forecast was 175 times. What is the probability that on given day it was correct? തന്നിരിക്കുന്ന ദിവസം കറക്റ്റ്, അതായത് 175 ഡേയ്സ്, ഒരു പർട്ടിക്കുലർ ഡേയിൽ തന്നിട്ടുണ്ട് 175. അപ്പോൾ ആ ഡേയിലെ എത്രയാണ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഹൗ ക്യാൻ വി ഫൈൻഡ് 175 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 250. ഓക്കെ, ഇനി വാട്ട് ഇസ് നോട്ട് ദ കറക്റ്റ് ഓൺ ദ ഡേ, ആ ഡേയിലല്ല കറക്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ടോട്ടൽ 250 ഇല്ലേ, അതിനകത്ത് നിന്ന് ടോട്ടൽ നമുക്ക് 250 ഉണ്ട്. അതിനകത്ത് കറക്റ്റ് ആവുന്ന എത്രയാണ്? 175 ആണെന്ന് അറിയാം. ബാക്കി എത്ര വരും? 5 then 7. ഓക്കെ, 75ൽ ബാലൻസ് വരിക this 75, that is 75 divided by 250 ആണ് ഏത് വരുന്നത്? ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഓൺ എ ഗിവൺ ഡേ. മനസ്സിലായത്? അതായത് ഇത്രയും കറക്റ്റ് ആണ്. നമ്മൾ റോങ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 75 ആണ്. 75 ബൈ ടോട്ടൽ 250 ആണ് ആൻസർ. ഓക്കെ, സോ ഹോപ്പ് യു ക്ലിയർ ദീസ് മെസ്സിങ്സ്. ഇനി അടുത്ത എക്സാമ്പിൾ പോയാലോ? എക്സാമ്പിൾസ് എല്ലാം ചെയ്തുവിടാം. എക്സസൈസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്തുവിടാം. ദെൻ a tire manufacturing company keeps a record of a distance covered before a tire need to be replaced, shown of 1000 cases. That is, the table shows the result of 1000 cases. 1000 cases result തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, if you buy a tire of this company, what is the probability that it will need to be replaced before it has to cover 4000 kilometer? അപ്പോൾ ഇതിൽ 4000, അതായത് ലെസ് ദാൻ 4000 ഉണ്ട്, 4000-നും 9000-നും ഇടയ്ക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെ 4 ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ബിക്കംസ് കവേർഡ് ലെസ് ദാൻ റീപ്ലേസ് ബിഫോർ ഇറ്റ് കവേർഡ് 4000. അപ്പോൾ 4000 കിലോമീറ്റർ കവർ ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 4000 മുതൽ 9000 വരെ 200 എന്നാണ്. 4000 താഴെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെ കോളല്ലേ വരും. what is that? how many are there? 20. So 20 divided by എത്ര കേസാണ് എടുത്തേക്കുന്നത്? 1000. അപ്പോൾ 20 divided by 1000 is a probability. Okay, that is probability that tire to be replaced before it covers 4000 kilometer. എത്രയാണ് വരെ? 20 by 1000. Okay, second question, it has last more than 9000. 9000-ൽ കൂടുതൽ അല്ലേ? അപ്പോൾ 9000-ൽ കൂടുതൽ പറയുമ്പോൾ എവിടെ പോലെ വരും? 9001 പോലല്ലേ? അപ്പോൾ എത്രയുണ്ട്? 325 ഉണ്ട്, പിന്നെ 445 ഇല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 770 വരും. Okay, so what is the probability of getting the tire will last more than 900 kilometer? Sorry, 9000 kilometer is equal to what? The add ചെയ്യുമ്പോൾ 770 divided by 1000. Okay, third question, it will need to be replaced after it has covered some between 4000 and 14000. 4000-നും 14000-നും ഇടയ്ക്ക്. അപ്പോൾ 4000 മുതൽ 9000 വരെ എത്രയാണ്? 200. 9001 മുതൽ 14000 വരെ എത്രയാണ്? 325. അപ്പോൾ എന്നോട് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ദാറ്റ് ബിക്കംസ് 535. 535 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 1000. മൂന്നിൻ്റെ ആൻസർ കിട്ടിയല്ലോ. അപ്പം ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കിയുള്ള എക്സസൈസ് ഹോംവർക്ക് തരും. 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഹോംവർക്ക് കാണും. പ്ലീസ് ഡു ദാറ്റ് ഓൾസോ. ഓക്കെ, ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. The next example 7 also we are discussing the percentage of marks obtained by a student in a monthly unit test are given below. Unit test 1 mark percentage is 69, unit test 2 71, test 3 73, test 4 68, test 5 74. Okay, based on this find the probability that student gets more than 70% in the unit test. അപ്പോൾ ഇതിനകത്ത് more than 70% കിട്ടിയ എത്ര ടെസ്റ്റ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രോബിലിറ്റി അങ്ങനെയുള്ളതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? അപ്പോൾ ടോട്ടൽ എത്ര ടെസ്റ്റ് ഉണ്ട്? ഹൗ മെനി ടെസ്റ്റ് ദേ ആർ കണ്ടക്റ്റഡ്?
5 tests. Out of which how many got how many in how many unit tests it got more than 70%. How many unit tests? 69, that is grade less than 70. 71, yes, greater than 70. 73, yes, greater than 70. 68, no. 74, that is greater than 70. So how many are there? 3. So 3 divided by total unit test is 5. So answer will be 3 by 5. Okay, അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. So I'll wind up today from this part, and then I'll give the only small chapter. That means only 13 exercise questions and 9 what example questions. That much only this chapter. It's easy chapter. You can score the marks in this chapter. So hope you clear today's topic. I think I will not make you bored by compared to the previous chapter, is it? Okay, so study well, and I'll give the notes in the attachment, but problems you have to work out, okay, by using the textbook and by using the help of board and by my class. Please write down the answers, okay. So the notes I'll give you, that you have to write first, and after that you will move to the examples. Up to 7 examples we are discussing in the class, and then do the rest of the what portions, what is that rest of the example questions, some exercise questions that I'll give you, so that you have to work out that also, okay. So hope you clear today's topic. Stay safe in your home itself. Then ഇനി കളിക്കാൻ പോകാമെന്നൊക്കെ വിചാരിക്കും, ബിക്കോസ് ഓൾറെഡി ഇപ്പോൾ കൊറോണയൊക്കെ കുറഞ്ഞില്ലേ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ബട്ട് ഡോണ്ട് ഡു ദാറ്റ്. whenever the situation become come back as usual, then only you have to move from your home, okay. So hope you clear today's topic. Stay safe in your home itself. Drink water, then eat the fruits, then what I say, then wash your hands regularly, all those things. So the in between the period of time you have to do that also, okay. And if any urgency you want to move to out from your home, use the mask, okay. These many things you have to keep in your mind. So thank you. See you in the next class. Bye.